പ്രിയമുള്ള കുട്ടികളെ, +1 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ എന്ന അധ്യായമാണ് നമ്മൾ ഇന്നു മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന വാക്കുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരുണ്ട്. നിങ്ങൾക്കറിയാം, സർ ഐസക് ന്യൂട്ടൺ. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത് തന്നെ. പക്ഷേ ന്യൂട്ടന് മുമ്പ് തന്നെ ഈ ചലനത്തെക്കുറിച്ചും അവയ്ക്ക് ചില ഇക്വേഷൻസ് രൂപവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ് ഗലീലിയോയുടെ ജീവിതകാലം 1564 മുതൽ 1642 വരെയാണ്. അതായത് 14ാം നൂറ്റാണ്ട് 15ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിലാണ്. ഗലീലിയോ ആണ് പ്രശസ്തമായ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച v = u + at, v² = u² + 2as, അതുപോലെ s = ut + ½ at² തുടങ്ങിയ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത് ഗലീലിയോ ആണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ തൂവലും കനമുള്ള ഒരു ബോളും ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണം, പിസായിലെ ചെരിഞ്ഞ ഗോപുരത്തിൽ നിന്നുള്ള പരീക്ഷണം നടത്തിയതും അദ്ദേഹം പരാജയപ്പെട്ടതുമായ കഥകളൊക്കെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. എന്തു തന്നെയായാലും ഗലീലിയോയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയാണ് ന്യൂട്ടൺ ചെയ്തത്. ന്യൂട്ടൻ്റെ ജീവിതകാലം 1642 to 1727. ഇതിലുള്ള വളരെ കൗതുകകരമായ ഒരു സംഖ്യ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗലീലിയോ മരിച്ച വർഷമാണ് ന്യൂട്ടൺ ജനിച്ചത്. അതേപോലെ തന്നെ ഗലീലിയോയുടെ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ വർക്കിൻ്റെ തുടർച്ചയാണ് ന്യൂട്ടൺ ചെയ്തത് എന്നും പറയാം. പക്ഷേ 2 കാലത്തായിരുന്നു, 2 നാടുകളിലായിരുന്നു. ഗലീലിയോ ഇറ്റലിയിലും ന്യൂട്ടൺ ഇംഗ്ലണ്ടിലുമായിരുന്നു. എന്തു തന്നെയായാലും ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ എന്ന് പറയുന്നതിന് മുമ്പ്, അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ അതിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ച ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഇനേർഷ്യ എന്ന വാക്കാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇനേർഷ്യ, മലയാളത്തിൽ ജഡത്വം എന്ന് പറയും. ഇനേർഷ്യ എന്ന് വെച്ചാൽ ഏതൊരു വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ തുടരാനുള്ള ടെൻഡൻസിക്കാണ് ഇനേർഷ്യ എന്ന് പറയുക. അതായത് അതിൻ്റെ അവസ്ഥ മാറാനുള്ള കഴിവില്ലായ്മയ്ക്ക്. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ ഗിവൺ ഡയറക്ഷൻ. നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിനോ, യൂണിഫോം മോഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. യൂണിഫോം മോഷനിലോ ഒരു ദിശയിലുള്ള ചലനമാണെങ്കിൽ അതിൽ തന്നെയോ തുടരാനുള്ള ടെൻഡൻസിക്കാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുക. ഓക്കെ, ഈ ഇനേർഷ്യയെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, നിശ്ചല ജഡത്വം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി. ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇന്ന് ധാരാളം ഉദാഹരണങ്ങൾക്ക് നമുക്ക് പരിചയമുണ്ട്. കുറേ ക്യാരംസ് കോയിൻസ് അടുക്കി വെച്ചിട്ട് നമ്മൾ അടിയിലുള്ള കോയിൻ മാത്രം തട്ടിയാൽ ബാക്കിയുള്ള കോയിൻസൊക്കെ അതേ നിലയിൽ തുടരുന്നു. അല്ലെങ്കിൽ നാണയം അടുക്കി വെച്ചിട്ട് അടിയിലുള്ള കോയിൻ മാത്രം നമ്മൾ എന്തെങ്കിലും മൂർച്ചയുള്ള വസ്തു കൊണ്ട് പെട്ടെന്ന് തട്ടിത്തെറിപ്പിച്ചാൽ നാണയത്തിൻ്റെ അട്ടി വീഴാതെ അതുപോലെ തന്നെ തുടരുന്നതായിട്ട്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ടംബ്ലറിൻ്റെ മുകളിൽ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു നാണയം വെച്ച് കാർഡ്ബോർഡ് തട്ടിക്കളയുകയാണെങ്കിൽ നാണയം ഗ്ലാസ്സിനകത്ത് തന്നെ വന്ന് വീഴുന്നതായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പരീക്ഷണത്തിൽ ചെയ്തു നോക്കിയിട്ടുണ്ടാകും. ഇതൊക്കെ ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ഒരു വാഹനം പെട്ടെന്ന് പുറപ്പെടുമ്പോൾ, നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനം പെട്ടെന്ന് പുറപ്പെടുമ്പോൾ യാത്രക്കാർ പുറകോട്ട് ചായുന്നത്, അല്ലേ? യാത്രക്കാർ റെസ്റ്റിലായിരുന്നു, പെട്ടെന്ന് പുറപ്പെടുമ്പോൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വാഹനത്തിൻ്റെ ഒപ്പം പോവുകയും ബാക്കി ഭാഗം ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കാരണം അതേ സ്ഥലത്ത് തന്നെ തുടരുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പുറകോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ധാരാളം ഉദാഹരണങ്ങൾ പറയാറുണ്ട്. മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ വേർപെടുന്നത്. മാങ്ങ കനമുള്ള വസ്തു ആയതുകൊണ്ട് അത് അതേ സ്ഥലത്ത് തന്നെ തുടരാൻ ശ്രമിക്കുന്നു. കൊമ്പ് നീങ്ങുമ്പോൾ അതിൻ്റെ ഞെട്ട് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതും ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇങ്ങനെ ധാരാളം എക്സാമ്പിൾസ് നമുക്ക് നിത്യജീവിതത്തിൽ കാണാൻ സാധിക്കും.
ഇനി ഇനർഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. യൂണിഫോം മോഷനിൽ തുടരാനുള്ള ടെൻഡൻസിയെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിക്കാണ് ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് പറയാം. നമ്മൾ ഇതേ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം പെട്ടെന്ന് നിൽക്കുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴുകയാണ് അല്ലേ. വാഹനം പെട്ടെന്ന് നിൽക്കുമ്പോൾ യാത്രക്കാരുടെ വാഹനവുമായിട്ട് സ്പർശിക്കുന്ന ഭാഗങ്ങൾ മാത്രം നിൽക്കുകയും ബാക്കി ശരീരത്തിന് പഴയ ഇനർഷ്യ ഉള്ളതുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുകയും മുന്നോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ മുന്നോട്ട് വീഴും. ഇറങ്ങുമ്പോൾ കാല് മാത്രമാണ് സ്റ്റേഷനറി ആവുന്നത്, ബാക്കി ശരീരം വാഹനത്തിൻ്റെ വേഗതയിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുന്നോട്ട് വീഴുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോങ് ജമ്പ് ചാടുന്നവർ ഓടി വന്നിട്ടാണ് ചാട്ടം നടത്തുന്നത്. അപ്പം ഓട്ടത്തിൽ കൂടി അവർക്ക് ആ ഇനർഷ്യ ഓഫ് മോഷൻ കിട്ടുകയും കൂടുതൽ ദൂരം ചാടാനുള്ള ഒരു മുൻതൂക്കം ലഭിക്കുകയാണ് അതിൽ കൂടെ ചെയ്യുന്നത്. ഇങ്ങനെ ധാരാളം എക്സാമ്പിൾസ് നമുക്ക് ഇനർഷ്യ ഓഫ് മോഷന് പറയാൻ വേണ്ടി സാധിക്കും. ചലന ജഡത്വം. മൂന്നാമത്തതാണ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. ഒരു നിശ്ചിത ദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് അതേ ദിശയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാണ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകാനുള്ള ടെൻഡൻസി. ഇപ്പോൾ ഒരു വൃത്തപാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ പെട്ടെന്ന് ഇപ്പോൾ ഒരു കയറിൽ ഒരു വസ്തു കെട്ടിയിട്ട് കറക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് നമ്മൾ ആ കയറിൻ്റെ പിടി വിടുകയാണെങ്കിൽ അത് അതിൻ്റെ ടാൻജൻറ്റ് സ്പർശരേഖയിൽ കൂടിയാണ് തെറിച്ചു പോവുക. വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു, ഇതാണ് അതിൻ്റെ മുകളിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സ്. ഇവിടുന്ന് പെട്ടെന്ന് വിടുകയാണെങ്കിൽ ഇതിൻ്റെ ടാൻജൻറ്റിൽ കൂടിയാണ് തെറിക്കുക, സ്പർശരേഖയിൽ കൂടിയാണ് തെറിക്കുക. എന്തുകൊണ്ടാണ്? ഇതാണ് ഈ വസ്തുവിൻ്റെ ഡയറക്ഷൻ. ഓരോ പോയിന്റിലും അതിൻ്റെ ടാൻജൻ്റാണ് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ എവിടെ വെച്ചാണോ അതിൻ്റെ ഫോഴ്സ് നഷ്ടപ്പെടുന്നത്, അപ്പോൾ ആ പോയിന്റിലുള്ള ടാൻജൻറ്റിൽ കൂടിയാണ് അത് തെറിക്കുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ നമ്മൾ വാഹനത്തിലുള്ള ആൾ വളവിൻ്റെ ബാഹ്യഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതും പഴയ ദിശ തന്നെ തുടർന്നു കൊണ്ടുപോകാനുള്ള ടെൻഡൻസി കാരണമാണ് അങ്ങനെ ബാഹ്യഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സ്പൂണ് കൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ട് ഒഴിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കല്ല വെള്ളം വീഴുക, അതിന് പകരം ഈ പറഞ്ഞ പോലെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ് തെറിക്കുക. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. അതുപോലെ ഈ കത്തിയൊക്കെ മൂർച്ച കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്കുകൾ, ഒരു ചക്രം ഉപയോഗിച്ചുകൊണ്ട് മൂർച്ച കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്കുകളൊക്കെ ഇങ്ങനെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലാണ് തെറിക്കുക. ഇതൊക്കെ ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ്റെ എക്സാമ്പിൾസാണ്. സോ വി ഹാവ് സ്റ്റഡീഡ് what is inertia and the three different types of inertia. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് കടക്കുന്ന ഒരു അടുത്ത ടേമാണ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ചേഞ്ചസ് ഇനർഷ്യ. ഇനർഷ്യ മാറ്റുന്നത് എന്താണോ അതാണ് ഫോഴ്സ്. ഒരു വസ്തുവിന് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനാണ് താല്പര്യം, അത് തുടരാതാക്കുന്നതാണ് ഫോഴ്സ്. ഒരു ബോളാണെങ്കിൽ അവിടെ വെച്ചിരിക്കുകയാണ്, അതിനെ നമ്മൾ വന്ന് തട്ടുമ്പോൾ ആ ബോൾ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ആ പ്രയോഗിച്ച ബലമാണ് ഇവിടെ ഫോഴ്സായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഉരുണ്ടുകൊണ്ട് പോകുന്ന ഒരു വസ്തുവിനെ ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ തടയാൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് പ്രയോഗിക്കുകയാണ്. അപ്പം എന്താണോ ഇനർഷ്യ മാറ്റുന്നത് അതാണ് ഫോഴ്സ്. ഫോഴ്സ് ഈസ് സംതിങ് വിച്ച് ഈസ് ചേഞ്ചിങ് or tends to change. മാറ്റാൻ ശ്രമിക്കാൻ മതി, എപ്പോഴും മാറ്റാൻ സാധിക്കണമെന്നില്ല. ഫോഴ്സ് പ്രയോഗിച്ചതുകൊണ്ട് കാര്യങ്ങൾ മാറിപ്പോകണമെന്നില്ല. അപ്പം ഫോഴ്സ് ഈസ് സംതിങ് വിച്ച് ഈസ് changing or tends to change the state of rest or of uniform motion in a given direction. ഇതിനെ മാറ്റാൻ, ഇനർഷ്യ മാറ്റാൻ ശ്രമിക്കുന്ന എന്താണോ അതാണ് ഫോഴ്സ്. സോ നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഇനർഷ്യ എന്താണെന്നും ഫോഴ്സ് എന്താണെന്നുമാണ് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളിലേക്ക് പോകാം. ദ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, which is also called law of inertia. This law states that every body continues in its state of rest or of uniform motion in a given direction unless an unbalanced external force acts on it to change that state. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്.
എല്ലാ വസ്തുക്കളും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിൽ കൂടി ഒരു നിശ്ചിത ദിശയിലുള്ള സമാന ചലനത്തിലോ തുടരും. എത്ര വരെ? അൺലെസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, പുറമേ നിന്ന് അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം അത് അതിൻ്റെ അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നതായിരിക്കും എന്നാണ് ഈ ലോയിൽ പറയുന്നത്. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തു നിന്നും, ഇതാണ് ഒരു വസ്തു, ഇതിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തു നിന്നും തുല്യമായ ഫോഴ്സ് പ്രയോഗിക്കുകയാണെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് ഫോഴ്സാണ്. അതേസമയം ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഫോഴ്സ് പ്രയോഗിക്കുന്നത്, മറുവശത്തേക്ക് ഫോഴ്സ് ഇല്ല എങ്കിൽ ദിസ് ഈസ് ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഫോഴ്സ് അൺബാലൻസ്ഡ് ആയിരിക്കണം, അതോടൊപ്പം എക്സ്റ്റേണലും ആയിരിക്കണം. പുറമേ നിന്നുള്ള ഫോഴ്സ് വേണം. ഉള്ളിൽ നിന്നുള്ള ഫോഴ്സ് ആണെങ്കിൽ വസ്തുവിന് നീങ്ങാൻ സാധിക്കില്ല. ഒരു വാഹനം എത്ര തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് തള്ളിയാലും അതിന് നീങ്ങാൻ സാധിക്കില്ല. സോ എ ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ്, എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. എല്ലാ വസ്തുക്കളും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ യൂണിഫോം മോഷനിലോ തുടരും. എത്ര വരെ? അൺലെസ് an unbalanced external force acts on it to change that state. ഇതാണ് first law of motion. And the second law of motion states that, second law, it is also called law of force. Law of force states that the rate of change of momentum is directly proportional to applied force and the change takes place in the direction of force. This is the statement. The rate of change of momentum. നമ്മൾ പുതിയൊരു വാക്ക് ഇവിടെ പരിചയപ്പെടുകയാണ്, മൊമെൻറ്റം. മൊമെൻറ്റം മൊമെൻറ്റം എന്ന് വെച്ചാൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക പി ആണ്. ദാറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. പി ഈസ് ഈക്വൽ ടു എം ഇൻ ടു വി. പി ഈസ് എ വെക്റ്റർ ബിക്കോസ് വി ഈസ് എ വെക്റ്റർ. മൊമെൻറ്റം എന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് മോഷൻ എ ബോഡി ക്യാൻ ഇമ്പാർട്ട് ടു അനദർ ബോഡി. ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിന് കൊടുക്കാൻ പറ്റുന്ന ചലനത്തിൻ്റെ അളവിനെയാണ് മൊമെൻറ്റം എന്ന് പറയുക. ഇപ്പോൾ ഒരേ മാസുള്ള രണ്ട് വസ്തുക്കൾ, അതിൽ ഒന്നിന് വേഗത കുറവും ഒന്നിന് സ്പീഡ് കൂടുതലുമാണ്. അത് പോയി ഇടിച്ചാൽ എവിടെയാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക? ഇപ്പോൾ രണ്ട് സൈക്കിള്, ഒന്ന് സ്പീഡ് കൂടുതലും ഒന്ന് സ്ലോ ആയിട്ടും പോകുന്നത്, കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക സ്പീഡ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം അല്ലേ? അത് ഇടിച്ചാൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക. കാരണം എന്താണ്? മാസ് രണ്ടിനും സെയിം ആണ്, പക്ഷേ വെലോസിറ്റി കൂടുതലുള്ളതിന് കൂടുതൽ മൊമെൻറ്റം ഉണ്ട്. വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വാഹനങ്ങൾ, ഒരു ബസ്സും ഒരു സൈക്കിളും ഒരേ സ്പീഡിൽ പോകുന്നു, പക്ഷേ ഇടിച്ചാൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക ബസ്സിനാണ്. കാരണം സ്പീഡ് സെയിം ആണെങ്കിലും മാസ് കൂടുതലുള്ളതിനാണ് മൊമെൻറ്റം കൂടുതലുണ്ടാവുക. സോ മൊമെൻറ്റം ഈസ് ദ എമൗണ്ട് ഓഫ് മോഷൻ എ ബോഡി ക്യാൻ പ്രൊവൈഡ് ടു അനദർ ബോഡി, ഓർ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആൻഡ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആൻഡ് യു നോ ദാറ്റ് ദ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? കിലോഗ്രാം, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും വെലോസിറ്റിയുടേത് മീറ്റർ പെർ സെക്കൻഡുമാണ് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലോയിൽ പറഞ്ഞത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി, മൊമെൻറ്റത്തിൻ്റെ ചേഞ്ചിൻ്റെ നിരക്ക്. റേറ്റ് എന്ന് വെച്ചാൽ നിരക്കാണ്. നിരക്ക് എന്ന് വെച്ചാൽ സമയത്തിനനുസരിച്ചിട്ട് എത്ര മാറുന്നു, ഇത്ര സമയം കൊണ്ട് എത്ര മാറുന്നു. മൊമെൻറ്റത്തിൻ്റെ ചേഞ്ചിൻ്റെ നിരക്ക് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. പ്രയോഗിക്കുന്ന ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമുക്കിവിടെ ഒഴിവാക്കാം, വായിക്കാം. ഒരു വസ്തുണ്ട്, ഒരു ബോള്, എം ആണ് അതിൻ്റെ മാസ്. അതിൻ്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെ അത് ഉരുളുകയാണ്. ഓക്കെ, എം ആവേണ്ട, മാസ് നമുക്ക് 1 കിലോഗ്രാം ആക്കാം. മാസ് ഈസ് ഈക്വൽ ടു 1 kg. ആൻഡ് ദർ ഇസ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ് വന്ന് ആക്ട് ചെയ്തു. അതിൻ്റെ മുകളിൽ ഒരാൾ തട്ടി. സോ മാസ് മാറുന്നില്ല, എം ഈസ് ഈക്വൽ ടു 1 kg തന്നെ. അതേസമയം സ്പീഡ് 5 മാറ്റിയിട്ട് 8 മീറ്റർ പെർ സെക്കൻഡായി എന്ന് വിചാരിക്കുക. സ്പീഡ് കൂടി അതേ ഡയറക്ഷനിൽ തന്നെ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മൊമെൻറ്റം എത്രയാണ്? മാസ് ഇൻറ്റു വെലോസിറ്റി 1 × 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമതുണ്ടായ മൊമെൻറ്റം എത്രയാണ്? 1 × 8 ദാറ്റ് ഈസ് 8 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം? 8 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിലോഗ്രാം മൈനസ് 3 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഇൻ 2 seconds. 2 സെക്കൻഡിലാണ് ഇത് നടന്നത് എന്ന് വിചാരിക്കാം, ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടായത്. സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡ് ബൈ ടൈം.
That is rate of change of momentum. ഈ change in momentum, rate of change of momentum is directly proportional to applied force. അതാണ് ഈ പറയുന്ന കാര്യം, അല്ലെങ്കിൽ law of motion. പ്രയോഗിച്ച ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. പ്രയോഗിച്ച ഫോഴ്സ് കൂടുതലാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കൂടുതലായിരിക്കും. പ്രയോഗിച്ച ഫോഴ്സ് കുറവാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കുറവായിരിക്കും. പ്രയോഗിച്ച ഫോഴ്സ് കൂടുതലാണെങ്കിൽ, ഞാൻ മൊമെൻറ്റം എന്ന് ഉപയോഗിച്ചോന്ന് സംശയമുണ്ട്, പ്രയോഗിച്ച ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഇപ്പോൾ 5-ൽ നിന്ന് 8 ആയിരിക്കില്ല, ചിലപ്പോൾ 10-ഓ 12-ഓ ആയിട്ട് സ്പീഡ് കൂടിയിട്ടുണ്ടാവും. പ്രയോഗിച്ച ഫോഴ്സ് കുറവാണെങ്കിൽ 5 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ചിലപ്പോൾ സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡേ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പ്രയോഗിച്ച ഫോഴ്സിനനുസരിച്ചിട്ടാണ് മൊമെൻറ്റത്തിലുള്ള ചേഞ്ച് ഉണ്ടാവുക. അതാണ് ഈ പറഞ്ഞ സെക്കൻഡ് ലോയുടെ അർത്ഥം. The rate of change of momentum is directly proportional to applied force, and the ബാക്കി ഭാഗം and the change takes place in the direction of force. ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് ഈ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് ഉണ്ടാവുക. ഫോഴ്സ് ഇങ്ങോട്ടാണ് പ്രയോഗിക്കുന്നതെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് ഇങ്ങോട്ടായിരിക്കും. ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ബോൾ ഇങ്ങോട്ട് നീങ്ങും. So the rate of change of momentum is in that direction. So the rate of change of momentum is in the direction of applied force. So that is the meaning of second law of motion. And the third law of motion states that, which is also known as law of action. ഇതെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ലോ ആയിരിക്കും. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമുക്ക് ഈ 3 ലോകളെക്കുറിച്ചും ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണാതെ നിങ്ങൾ കൃത്യമായിട്ട് അതേ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് അതേ വാക്കുകൾ തന്നെ ആയിട്ട് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഓരോ ലോയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ലോ ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ്റെ എന്താണ് അതിൻ്റെ പ്രത്യേകത? നമ്മൾ പറഞ്ഞ എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്. അതാണ് പറഞ്ഞത്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എല്ലാ വസ്തുക്കളും ഫോഴ്സ് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്ത് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയിൽ തന്നെ തുടരും. ഇത് നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വസ്തു ഒരു സ്ഥലത്തിരിക്കുന്നു, അതിൻ്റെ മുകളിൽ ആരും ഒരു ഫോഴ്സും പ്രയോഗിക്കുന്നില്ലെങ്കിൽ ആ വസ്തു അവിടെ തന്നെ ഇരിക്കും, അല്ലേ? അപ്പോൾ ഇത് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ലോ ഓഫ് മോഷനാക്കി പറയാൻ മാത്രമുള്ള എന്ത് കാര്യമാണ് അതിനുള്ളത്? അതിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റെസ്റ്റ് എന്നാലും യൂണിഫോം മോഷൻ എന്നാലും ഒരേപോലെയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ഗലീലിയോ ഇൻക്ലൈൻഡ് പ്ലെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൂവ് ചെയ്തത്. ഇൻക്ലൈൻഡ് പ്ലെയിനുകൾ, ചെരിഞ്ഞ ഉപരിതലമുള്ള പ്ലെയിനുകൾ, അതായത് ഇങ്ങനെയുള്ള ഒരു ചെരിവ് തലമാണ് ഉപയോഗിച്ചത്. ഇത് രണ്ടും ഒരേ ആംഗിളിലാണ് അദ്ദേഹം വെച്ചത്. ഇവിടെ വളരെ സ്മൂത്തായിട്ടുള്ള ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള സർഫസ് ആയിരുന്നു. ഇവിടെ നിന്ന് ഒരു ബോൾ ഉരുട്ടിയിട്ടാൽ സ്വാഭാവികമായിട്ടും അത് ഉരുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എത്ര ഹൈറ്റിലാണോ ഇവിടെ ഉരുട്ടിയിട്ടത് അതേ ഹൈറ്റ് വരെ ഇവിടെ എത്തേണ്ടതാണ്. എനർജി ലോസ് ഒന്നുമില്ല, ഫ്രിക്ഷൻ്റെ വഴിയിൽ എനർജി ലോസ് ഒന്നുമില്ല. ഇനി നമ്മൾ ഇത് ഇങ്ങനെയല്ല വെക്കുന്നത്, കുറച്ചും കൂടി ആംഗിൾ കുറച്ച് വെക്കുകയാണെങ്കിൽ ഈ ബോള് ഇതിനേക്കാളും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കൂടുതൽ ആംഗിൾ ഇനിയും ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഈ ബോള് നേരത്തെ ഉണ്ടതിനേക്കാളും കൂടുതൽ ദൂരത്തിലേക്ക് സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സർഫസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ബോൾ എവിടം വരെ എത്തുമെന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്. ഈ സർഫസ് ഫ്രിക്ഷൻലെസ് സർഫസ് ആയിട്ട് നമുക്ക് എത്ര വരെ കൊടുക്കാൻ പറ്റുമോ അത്രയും ദൂരം ഈ ബോൾ ഇങ്ങനെ പോകുന്നതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇൻഫിനിറ്റി വരെ അതിന് പോകാൻ പറ്റും, പ്രൊവൈഡഡ് വി ക്യാൻ പ്രൊവൈഡ് എ ഫ്രിക്ഷൻലെസ് സർഫസ്. അപ്പോൾ എന്താണ് ഇവിടെ വന്നത്? തടയാൻ മറ്റൊരു ഫോഴ്സും ഇല്ലെങ്കിൽ ഒരു വസ്തുവിന് സഞ്ചരിക്കാൻ മൂവ് ചെയ്യാൻ ഫോഴ്സിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഫ്രിക്ഷൻലെസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഇതിൻ്റെ ചലനത്തിനെ തടസ്സപ്പെടുത്താൻ ഫ്രിക്ഷൻ മാത്രമേ ഉള്ളൂ. ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ ഇവിടുന്ന് വീണ ഈ ബോള് ഇത് ഇൻഫിനിറ്റി വരെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബോൾ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഫോഴ്സ് ഒന്നുമില്ല. സോ യൂണിഫോം മോഷൻ ഈസ് സിമിലർ ടു ദ കേസ് ഓഫ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ഒരു വസ്തുവിൻ്റെ മുകളിൽ ഫോഴ്സ് ഒന്നുമില്ല, നിശ്ചലമായിട്ടിരിക്കുകയാണ് ഒരു വസ്തു, അതിൻ്റെ മുകളിൽ ഒരു ബലവും പ്രയോഗിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് സമാന ചലനത്തിലുള്ള യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവും എന്നാണ് ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ എക്സ്പെരിമെൻറ്റിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ദ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇംപ്ലൈസ് ദാറ്റ്, അതിൻ്റെ ആന്തരാർത്ഥം എന്താണെന്ന് വെച്ചാൽ
റെസ്റ്റ് എന്ന് വെച്ചാലും യൂണിഫോം മോഷൻ എന്ന് വെച്ചാലും ഒരുപോലെയാണ്, രണ്ടിനും ഫോഴ്സ് ഇല്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. രണ്ടാമത്തെ ലോ ഓഫ് മോഷനിൽ നിന്ന് നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഫ്രം ദ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് പറഞ്ഞത്. മൊമെൻറ്റത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അക്ഷരം പി ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ പി. ഓക്കെ, rate of change of momentum is delta p by delta t. Let us consider a body of mass m which is moving with velocity u. When we apply a force F on it within a time interval delta t, the velocity changes to v. ഈ കേസാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരു ബോഡി ഉണ്ട്, മാസ് എം ആണ്, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, യു എന്നുള്ള വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ പെട്ടെന്നൊരു ഫോഴ്സ് വന്നു. ഫോഴ്സ് പ്രയോഗിച്ച സമയം ഡെൽറ്റ ടി ആണ്. ആ ഫോഴ്സ് വന്നതുകൊണ്ട് അതിൻ്റെ സ്പീഡ് വി ആയിട്ട് മാറുകയായി. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ് ഡെൽറ്റ പി എന്നെഴുതിയത്. ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി. ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ഇതാണ് പറഞ്ഞത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ഞാൻ ഇങ്ങനെ എഴുതുകയാണ് ഇതിനെ, എഫ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പിക്ക് പകരം എം വി ബൈ ഡെൽറ്റ ടി, ബിക്കോസ് പി ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്തിലാണ് ചേഞ്ച് വന്നത്? മാസിലാണോ വെലോസിറ്റിയിലാണോ ചേഞ്ച് വന്നത്? മാസിൽ തീർച്ചയായിട്ടും ചേഞ്ച് വരുന്നില്ല, വെലോസിറ്റിയിലാണ് ചേഞ്ച് വന്നത്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാം, എഫ് പ്രൊപ്പോർഷണൽ ടു എം delta v by delta t. This is change in velocity by change in time. So we can say F proportional to m into, this is acceleration, ma. And to remove the proportionality constant, we have to introduce a proportionality sign. We have to introduce a constant k. We can put equal sign, equation sign k into ma. And if we select the unit as k in which k is equal to 1, k 1 ആയിട്ട് വരികയാണെങ്കിൽ we can say F is equal to ma. This is the famous equation for force, mass into acceleration. Okay. അപ്പോൾ എങ്ങനെയാണ് ഈ സെക്കൻഡ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്? വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ നിന്നാണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് എന്ന്. 1 Newton is equal to m into a, 1 kilogram meter per second square. So what is 1 Newton? It is a force which produces an acceleration of 1 meter per second square on a mass of 1 kilogram. എങ്ങനെയാണ് അത് കിട്ടുന്നത്? If m is equal to 1 kilogram and a is equal to 1 meter per second square, F is equal to 1 Newton. ഓക്കെ, അപ്പോൾ 1 Newton എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? 1 Newton is that force which produces an acceleration of 1 meter per second square on a mass having 1 kilogram mass, on a body having 1 kilogram mass. This is the definition of Newton. ഇതിനെ നിങ്ങൾക്ക് SI യൂണിറ്റിൽ നിന്ന് CGS യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. 1 Newton എത്ര ഡൈൻ ആണ് എന്ന് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. 10⁵ എന്നാണ് ആൻസർ കിട്ടുക. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അത് നമ്മൾ യൂണിറ്റ് കൺവേർഷനിൽ ചെയ്തിട്ടുണ്ട് എക്സർസൈസായിട്ട്. അപ്പം 1 കിലോഗ്രാമിന് 1000 ഗ്രാം എന്നും 1 മീറ്ററിന് 100 സെൻറ്റിമീറ്റർ എന്നും, (10⁻²) അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് 10ൻ്റെ പവറൊക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 1 Newton is equal to 10⁵ ഡൈൻ എന്നും. ഓക്കെ, ദാറ്റ് ഈസ് ദ CGS യൂണിറ്റ് ഓഫ് ഡൈൻ, ഈസ് ദ CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ മറ്റൊരു യൂണിറ്റാണ് ഗ്രാവിറ്റേഷണൽ യൂണിറ്റാണ് കിലോഗ്രാം വെയ്റ്റ്. ഫോഴ്സിൻ്റെ ഗ്രാവിറ്റേഷണൽ യൂണിറ്റാണ് കിലോഗ്രാം വെയ്റ്റ്. കിലോഗ്രാം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ മുകളിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിനെയാണ് 1 കിലോഗ്രാം വെയ്റ്റ് എന്ന് പറയാം. കിലോഗ്രാം വെയ്റ്റ് ഈസ് അത് വെയ്റ്റിൻ്റെ യൂണിറ്റ് ഒന്നുമല്ല, അത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ മുകളിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, ദ ഫോഴ്സ് ആക്ടിങ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഹാവിങ് മാസ് 1 കിലോഗ്രാം, ദാറ്റ് ഈസ് 1 കിലോഗ്രാം വെയ്റ്റ്. നോക്കൂ, F is equal to ma എന്ന് പറയുന്നതിന് പകരം mg എന്ന് പറയണം. കാരണം ഭൂമിയുടെ ആക്സിലറേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാമിൻ്റെ മുകളിൽ പ്രയോഗിക്കുന്ന ആക്സിലറേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ 1 Newton is equal to 9.8
1 kilogram weight is equal to 9.8 kilogram meter per second square, or that is equal to 9.8 Newton. 1 kilogram weight is equal to 9.8 Newton. ഇതാണ് കിലോഗ്രാം വെയ്റ്റും ന്യൂട്ടണും തമ്മിലുള്ള റിലേഷൻ. ദാറ്റ് ഈസ് എ ഗ്രാവിറ്റേഷണൽ യൂണിറ്റ്. ന്യൂട്ടണേക്കാളും വലിയ യൂണിറ്റാണ് കിലോഗ്രാം വെയ്റ്റ്. 1 കിലോഗ്രാം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടണാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മാസും വെയ്റ്റും തമ്മിലുള്ള ബന്ധം. മാസ് എന്നും വെയ്റ്റ് എന്നും നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതാണ്, രണ്ടും സിനോണിംസ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അത് രണ്ടും ഫിസിക്സിൽ രണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. മാസ്, ഇവിടെ വെയ്റ്റ്. മാസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്ററാണ്, represented by m. Weight is the gravitational force acting on a body. Weight ഒരു ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് W, അതാണ് റെപ്രസെൻറ്റേഷൻ. മാസ് നമ്മൾ m എന്ന് പറയുന്നു, W-നെ mg എന്നാണ് പറയുക. That is, weight depends upon acceleration due to gravity. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം ഭൂമിയിൽ എല്ലായിടത്തും ഒന്നല്ല. ആവറേജ് വാല്യൂ ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കുക. ഭൂമിയിൽ പോൾസിലും ഇക്വേറ്ററിലുമൊക്കെ ജിയുടെ വാല്യൂ വ്യത്യാസപ്പെടുന്നുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ ജി വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് വെയ്റ്റ് മാറുന്നുണ്ട്, പക്ഷേ എം മാറുന്നില്ല. വെയ്റ്റ് ഡസ് നോട്ട് ചേഞ്ച്, മാസ് ഡസ് നോട്ട് ചേഞ്ച്. അതേസമയം വെയ്റ്റ് ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. Okay, mass is a scalar quantity. ഇത് ഫോഴ്സ് ആണ്, സോ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെയ്റ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. മാസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം ആണ്. വെയ്റ്റിൻ്റെ യൂണിറ്റ് ഫോഴ്സ് ആയതുകൊണ്ട് ന്യൂട്ടൺ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കിലോഗ്രാം വെയ്റ്റും എന്ന് പറയാം. Okay, so these are the differences between mass and weight. Mass is the amount of matter in a body, and weight is the gravitational force, represented by m, represented by W, or is equal to mg. Mass does not change from place to place, whereas weight changes from place to place because it depends upon acceleration due to gravity. Mass is a scalar quantity, it has only magnitude and no direction. Weight is a vector quantity, it is directed towards the center of earth. Mass is measured in kilogram unit and weight is measured in Newton or kilogram weight. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങളും, ഇനേർഷ്യ, മൊമെൻറ്റം, അതുപോലെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഡിറൈവ് ചെയ്യാനും ഇക്വേഷൻസ് അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻസ് സ്റ്റേറ്റ് ചെയ്യാനും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.